ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന സംശയത്തെ തുടർന്ന് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് എസ്ഐടി. കേവലം ഒരു മോഷണമല്ല, മറിച്ച് ഉന്നതതല ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നാണ് പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം നീളുമോ? വിശദമായി പരിശോധിക്കാം. ഈ കേസിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ, മുൻ കമ്മീഷണർ എൻ വാസു, വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി, ദേവസ്വം ജീവനക്കാരായിരുന്ന സുധീഷ് കുമാർ, മുരാരി ബാബു എന്നിവർ ചേർന്നാണ് ഈ ഗൂഢാലോചന നടത്തിയത് എന്നാണ് കണ്ടെത്തൽ. ഉദ്യോഗസ്ഥ തലത്തിൽ കൃത്രിമം നടത്തിയാണ് തട്ടിപ്പ് നടത്തിയത്. രേഖകളിൽ സ്വർണം പൂശിയ ചെമ്പ് എന്നതിനു പകരം ചെമ്പ് എന്ന് മാത്രം തിരുത്തിയെഴുതി. അങ്ങനെ വാതിൽപാളിയും കട്ടളപ്പടിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടു. ഇതിലൂടെ ലഭിച്ച സാമ്പത്തിക ലാഭം ഇവർ വീതിച്ചെടുത്തു എന്നാണ് പോറ്റിയുടെ മൊഴി. എന്നാൽ ആർക്കൊക്കെ എത്ര രൂപ വീതം ലഭിച്ചു എന്നത് എസ്ഐടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനായി പത്മകുമാറിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും 2011 മുതലുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകളും വിശദമായി പരിശോധിക്കും. നിലവിൽ റിമാൻഡിലുള്ള പത്മകുമാറിനെയും എൻ വാസുവിനെയും കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം അപേക്ഷ നൽകും. കേസിൽ രാഷ്ട്രീയ ഇടപെടലുകളും സംശയിക്കുന്നുണ്ട്. ഈ ആവശ്യങ്ങൾക്കായി പത്മകുമാർ അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ സമീപിച്ചിരുന്നു എന്ന സൂചനകളുണ്ട്. അതിനാൽ വരും ദിവസങ്ങളിൽ മുൻ മന്ത്രിയെയും ചോദ്യം ചെയ്തേക്കാം. ഹൈക്കോടതിയുടെ കർശന നിരീക്ഷണത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ വമ്പൻ സ്രാവുകൾ കുടുങ്ങുമോ എന്ന് കണ്ടറിയണം. കൂടുതൽ വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.